മാന്യ സദസ്സിന് വന്ദനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോബ് അദ്ദേഹത്തിന് കഠിനമായ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും ദൈവവിശ്വാസം കൈവിട്ടില്ല. ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. സാത്താനെ, നീ ഭൂമിയിൽ എന്റെ ദാസൻ ജോബിനെ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നും തിന്മയിൽ നിന്ന് അകന്നും ജീവിക്കുന്നവനുമായി വേറെ ആരുണ്ട്? അവൻ വെറുതെയാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്? അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും ഒരു വേലി കെട്ടി സംരക്ഷിക്കുകയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടല്ലേ അവൻ അങ്ങയോട് ചേർന്ന് നിൽക്കുന്നത്. അങ്ങ് ആ സംരക്ഷണ വേലിയൊന്ന് മാറ്റൂ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവനെങ്ങനെ ദുഷിക്കുന്നതാ. ശരി, അവനുള്ള സകലത്തിന്മേൽ അധികാരം ഞാൻ നിനക്ക് നൽകുന്നു. എന്നാൽ അവന്റെ ജീവനിൽ കൈവയ്ക്കരുത്. എനിക്കിത് മതി. നിന്റെ ദാസനായ ജോബിനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ തള്ളി പറയിക്കും. ജോബ്, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു. നിന്നെ സഹായിക്കാൻ നിന്റെ ദൈവം വരില്ല. നീ ഇനി എന്റേതാകും. ഞങ്ങളുടെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് മാത്രമാണ് സർവശക്തൻ. അതാരാണ് വരുന്നത്? അത് നമ്മുടെ ദാസിൽ ഒരുവനല്ലേ? പ്രഭു, ആകാശത്ത് അഗ്നി ഇറങ്ങി വന്ന് അങ്ങയുടെ ആടുകളെയും ദാസന്മാരെയും നശിപ്പിച്ചു. കൊള്ളക്കാര് വന്ന് അങ്ങയുടെ കാളകളെയും കഴുതകളെയും ഒട്ടകങ്ങളെയും പിടിച്ചുകൊണ്ട് പോയി. എന്ത് ഞാൻ എന്താണ് കേൾക്കുന്നത്? നമ്മുടെ മക്കളിൽ ഒരാൾ പാപം ചെയ്ത് ദൈവത്തിന് അപ്രീതിക്ക് പാത്രമായോ? യജമാനേ, എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്? അങ്ങയുടെ മക്കൾ, ഞങ്ങളുടെ മക്കൾക്ക് എന്ത് പറ്റി? അവർ ഞങ്ങളുടെ മൂത്തപുത്രന്റെ ഭവനത്തിലല്ലേ? അതെ, അവരോട് ആയപ്പോൾ ഒരു കൊടുങ്കാറ്റിടിച്ച് വീട് തകർന്നവരെല്ലാരും മരിച്ചു. എന്റെ മക്കൾ മരിച്ചു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവമോ? എന്ത് ദൈവം? കട്ടിന് നമ്മുടെ അവസ്ഥയിൽ എന്താണ് ബാക്കി? ചൊറിയുന്നല്ലോ, ശരീരമാകെ വ്രണങ്ങളായല്ലോ. എന്തൊരു നാട്ടിയത് മനുഷ്യ! നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നു? സാരമില്ല, ദൈവം നമ്മെ സഹായിക്കും. ദൈവമോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ദൈവത്തെ സേവിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും മനുഷ്യ. നീ എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? ഇത്ര നാൾ ദൈവകാര്യങ്ങളിൽ നിന്ന് നന്മ മാത്രം സ്വീകരിച്ച നാം അവിടെ നിന്ന് നൽകുന്ന വേദനകൾ സ്വീകരിക്കാൻ മടി കാണിക്കുകയോ? ദൈവം നമ്മെ കൈവിടില്ല. ദൈവം എത്രമായിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നു? നിങ്ങൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നോ? എനിക്ക് മതി, ഞാൻ പോവാ. എല്ലാം നഷ്ടപ്പെട്ട ജോബിന് എന്റേതാവും. അവൻ ദൈവത്തെ തള്ളി പറയും. അതാരാണ് വരുന്നത്? എലിഫാസും ബിൽതാദും സോഫാറും അല്ലേ? ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ എന്താണ് ഈ കാണുന്നത്? ഇത് തന്നെയോ നമ്മുടെ സ്നേഹിതൻ ജോബ്? കണ്ടിട്ട് മനസ്സിലാകുന്ന പോലും ഇല്ലല്ലോ. ഇത് കഠിനമായല്ലോ. ഇവനോട് ഞങ്ങൾ ഇനി എന്ത് പറയും? എന്റെ ദൈവമേ, എനിക്ക് മതി. അങ്ങ് എന്തിനെ സൃഷ്ടിച്ചു? എനിക്കിനി മരിച്ചാൽ മതി. നീതിമാനായ എന്നോട് ദുഷ്ടരോടെന്ന പോലെ ദൈവം പെരുമാറുന്നു. സുഹൃത്തെ, നിന്റെ പാപമൂലമായിരിക്കാം നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. നീ മനസ്തുപിച്ച് ദൈവത്തിലേക്ക് തിരിയൂ. ദൈവം നിന്നോട് കരുണ കാണിച്ചേക്കാം. നീ നീതിമാനാണെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ഇല്ല, ഞാൻ നീതിമാനാണ്. ജോബ്, എന്നെ ചോദ്യം ചെയ്യാനും എന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാനും ആരാണ് നീ? ആരാണ് സർവ്വത്തിനെയും സൃഷ്ടാവ്? കടലിന്റെ ആഴവും ഭൂമിയുടെ വീതിയും നിനക്കറിയുവോ? എന്റെ കർത്താവേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. എന്റെ ദാസൻ ജോബിന്റെ വിശ്വാസം ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. അവന്റെ സഹനങ്ങളിൽ അവൻ എന്നോട് വിശ്വസ്തത പുലർത്തി. അവന് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. കൂട്ടുകാരെ, ജോബിനെ പോലെ നമ്മുടെ സഹനങ്ങളിൽ നമുക്ക് ദൈവത്തെ മുറുകി പിടിക്കാം. അവിടുത്തെ തള്ളി പറയാതിരിക്കാം. നന്ദി, നമസ്കാരം.